Thank you very much. Once again, welcome to God's Own Country. ഇന്ന് ഏതായാലും നല്ല രീതിയിൽ ജേസി മാഡം എല്ലാവരെയും വെൽക്കം ചെയ്തു. സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു അല്പം കൂടെ വ്യത്യസ്തമായിട്ട് മാഡത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും അത് മാനേജ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എനിവേ താങ്ക് യു മാഡം. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങില് അല്പം വൈകി, കാരണം എന്തൊക്കെയോ ഇഷ്യൂസ്, കാരണം ഒരു പക്ഷേങ്കിൽ ഇഷ്യൂസ് എന്ന് പറയാനില്ല, നമ്മളൊക്കെ എടുക്കുന്ന വെബിനാറില് ഇതിന്റെ ബാക്ക് എൻഡില് ടെക്നിക്കൽ ടീം അതേക്കുറിച്ച് ഒബ്സർവ് ചെയ്യുകയും എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ക്ലിയർ ചെയ്യുകയാണ്. അപ്പം സിസ്റ്റം നമ്മളോട് എപ്പോഴും ഉണ്ട്, അത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും വൈകിയത്. സാരമില്ല, കാരണം ആ സമയത്തേക്ക് സാറ് പറഞ്ഞ പോലെ സാറ് അടുത്ത ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ ഇത് അപ്പോഴത്തേക്ക് ക്ലിയർ ആയി. എന്തായാലും നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം നമ്മളുടേതാണല്ലോ, നമ്മൾ അതിന്റെ തീർച്ചയായിട്ടും അതിനോട് നമുക്ക് ചേർന്ന് പോകാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാരണം ഇത് ടെക്നിക്കലി ഇഷ്യൂസ് ആണ്. അത് വളരെ കുറഞ്ഞ സമയം എടുത്ത് അത് ഇവിടെ നമുക്ക് സോൾവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നലെ ഞാൻ നോക്കി അടുത്ത ദിവസങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഓൺ പാസീവിലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെ. അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ പല പോയിന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹെഡിങ് തന്നെ എന്താണ്, ടോപ്പിക് തന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ്റെ ഏതൊക്കെ മേഖലയിലെ അത് ആപ്ലിക്കബിൾ ആകുന്നു എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഞാൻ 5 പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഓൾറെഡി 3 പോയിന്റ്സ് നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പറഞ്ഞ സപ്ലൈ ചെയിൻ ആണ്, അത് പറയേണ്ട കാര്യമില്ല, ഞാൻ ഈ അടുത്ത ദിവസങ്ങളൊക്കെ അതേക്കുറിച്ചാണ് പറഞ്ഞത്. സെക്കൻഡ് പറഞ്ഞിരുന്നത് സപ്ലൈ ചെയിൻ കഴിഞ്ഞ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ആണ്. ഇത് വീണ്ടും പറയാൻ കാരണം പുതിയതായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇന്നലെ എടുത്തത് മാനേജ് അസറ്റ്സ് ആണ് അല്ലെ, നമ്മുടെ ആസ്തികളൊക്കെ മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ടെക്നോളജി ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇനി അടുത്തായിട്ട് ദ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. നമുക്കറിയാലോ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമല്ലോ. ഇന്നത്തെ എന്താ പറയുന്നത്, ലോകത്ത് ഹെൽത്ത് കെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെയൊക്കെ വളരെ പ്രയാസത്തിലേക്ക് ആഴ്ത്തിയ കൊറോണ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ കാരണം ഇപ്പൊ ഏതൊരു രാജ്യത്തും ഗവൺമെന്റ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹെൽത്ത് കെയർ. അപ്പോൾ ആ ഹെൽത്ത് കെയറിലെ ഇത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് അതിനെ കുറിച്ചാണ് നോക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ സാധ്യതയുള്ള സ്വാധീനം ഏത് രീതിയിൽ അത് ബ്ലോക്ക് ചെയിന് നമ്മുടെ ഹെൽത്ത് കെയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ അറിയേണ്ടത് ഒരു കാര്യം. അപ്പം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഈ ബ്ലോക്ക് ചെയിൻ ഇവിടെ ഈ ആരോഗ്യമായിട്ട് എന്താ ഏർപ്പാടെന്നുള്ള ഒരു വസ്തുത ഒരുപക്ഷെ ചിന്തിച്ചു പോകും. അതല്ലേ പറഞ്ഞു, നമ്മുടെ ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലയിൽ വ്യാപിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ അറിയേണ്ടതാണ്. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ ഓൺ പാസിലേക്ക് വരും, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, എന്ത് ബേസ്ഡ് ആണ്, ഏത് രീതിയിലുള്ള ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ല ഏത് ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. എല്ലാവരും ബിസിനസിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അതില് ഏത് രീതിയിൽ ഇവിടെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ ഓൺ പാസീവ് പറയുന്നത്, പ്രത്യേകിച്ച് IT മേഖല. അതില് ഇങ്ങനെയുള്ള എന്താണ് സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗപ്പെടുന്നത് അല്ല ഉപയോഗിക്കുന്നത്, അല്ല ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ആയ പോയിന്റ്സ് ആണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, ആരോഗ്യ മേഖല. ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദ ഹെൽത്ത് ഫീൽഡ് ഈസ് ഫാർ ഫ്രം വാട്ട് വി ആർ ഇൻ പൊസിഷൻ ടു എൻവിഷൻ. ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ as well as the tracking of movement of equipment for medical use, drugs and other devices need for the treating illness or injuries could be improved by blockchain technology. അല്ലേ, നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഒരുപക്ഷെ കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം. ആരോഗ്യ മേഖലയിൽ പോലും ബ്ലോക്ക് ചെയിന് ഉള്ള പ്രസക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈസ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദ ഹെൽത്ത് field is far from what we are in positions to envision. Envision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ENVISION വെറും വിഷൻ നമുക്കറിയാം അല്ലെ, VISION അറിയാം, മിഷൻ എന്നൊക്കെ പറയാം, മിഷൻ ആൻഡ് വിഷൻ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, അതറിയാം. പക്ഷെ ഇവിടെ എൻവിഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഇമാജിൻ ആസ് എ ഫ്യൂച്ചർ പോസിബിലിറ്റി അല്ലെ.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാം. ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ സാധ്യതയുള്ള സ്വാധീനം നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വളരെ അകലെയാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ഭാവി തലമുറയില് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതാ പറഞ്ഞിരിക്കുന്നത്, അത് ഇൻവെൻഷൻ ആണ്. അതായത് നമുക്ക് ഇമാജിൻ ആസ് എ ഫ്യൂച്ചർ പോസിബിലിറ്റി, വരും കാല സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഇനിയും ആരോഗ്യ രംഗത്ത് ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്, അല്ലെ അതൊക്കെ ഏതൊക്കെ രീതിയിൽ ഇതിന് ഈ ആരോഗ്യ മേഖലയിലേക്ക് സഹായമായി വരുന്നു എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ബ്ലോക്ക് ചെയിൻ ഇവിടെ വളരെ പ്രാതിനിധ്യമുണ്ട്, വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദ ഹെൽത്ത് ഫീൽഡ് ഈസ് ഫാർ ഫ്രം what we are in positions to envision. The management of health information as well as the tracking of movements of equipments for medical use, drugs and other devices needed for treating illness or injuries could be improved by blockchain technology. ഇവിടെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ആരോഗ്യ മേഖലയിലെ ചില പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ വിവരങ്ങളുടെ മാനേജ്മെന്റ്, അല്ലെ, ആരോഗ്യ വിവരങ്ങളുടെ മാനേജ്മെന്റ്, മെഡിക്കൽ ഉപയോഗത്തിലുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ്, അവയുടെ മൂവ്മെന്റ്സ്, ചലനം, മരുന്നുകൾ, രോഗങ്ങൾ, അല്ലെങ്കിൽ ചില വരുന്ന പരിക്കുകൾ, ഇഞ്ചുറീസ്, പരിക്കുകൾ എന്നിവ ചികിത്സിക്കാൻ ആവശ്യമായ മറ്റ് ഉപകരണങ്ങൾ എന്നിവ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റൽ സംബന്ധിച്ച മാനേജ്മെന്റും, അതായത് ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, മീൻസ് അവരുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നു. ചില വലിയ VIP ഒക്കെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ ആ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അത് പ്രത്യേക ബുള്ളറ്റിൻ വഴി അവരാണ് അത് അനൗൺസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ പറയുന്നത്, അപ്പൊ അവിടെ ബ്ലോക്ക് ചെയിൻ അവിടെ എന്താണെന്ന് ആൾക്കാർ ചോദിച്ചു പോകും. പക്ഷെ ഇവിടെ ടോട്ടലായിട്ട് പറയുന്നത് എന്താണ്? ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ദ ട്രാക്കിംഗ് ഓഫ് മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ മെഡിക്കൽ യൂസ്. ഇവിടെ മെഡിക്കൽ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളുടെ ചലനം, അതായത് പ്രത്യേകിച്ച് മരുന്നുകൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവ ചികിത്സിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ദ tracking of the movement of the equipments for medical use, drugs and other device for needed for the treating illness or injuries. അപ്പൊ ചില മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അവയുടെ സ്റ്റോറേജോ ചലനങ്ങളോ അല്ല മൂവ്മെന്റോ ഇതൊക്കെ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അതർ ഡിവൈസസ് ട്രീറ്റിംഗ് ഇൽനസ് ഇഞ്ചുറീസ് കുഡ് ബി ഇംപ്രൂവ്ഡ് ബൈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്താണ്? ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരോഗ്യ മേഖലയിലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്യുപ്മെന്റ്സ്, അവിടുത്തെ ഉപകരണങ്ങള്, അവിടുത്തെ ഡ്രഗ്സ്, അതുപോലെ തന്നെയുള്ള പറഞ്ഞിരിക്കുന്നത് ഡ്രഗ്സ്, കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ മെഡിക്കൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം പല ഇന്നത്തെ ടോപ്പ് ലെവലുള്ള പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എക്യുപ്മെന്റ്സ്, അതുപോലുള്ള മരുന്നുകള്, പിന്നെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മറ്റു ഉപകരണങ്ങള്, ഇതെല്ലാം എന്താണ്? ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതയുള്ള സ്വാധീനം നമുക്ക് ഏത് വിധത്തിലാണെന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നത്. നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിൽ നിന്ന് വളരെ അകലെയാണ്. കാരണം അതാ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻവെൻഷൻ തന്നെയാണ്. ഇനിയും വരുന്ന കാലഘട്ടത്തിലേക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലേക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്, വളരെ സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്നു. ആ ടെക്നോളജി അവിടെ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹെൽത്ത് കെയർ തന്നെ ഇംപ്രൂവ്മെന്റ് ആകട്ടെ, ടോട്ടലി ഹെൽത്ത് കെയർ ഏരിയ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആരോഗ്യ വിവരങ്ങളുടെ മാനേജ്മെന്റ്, അതായത് നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ, അത് സ്റ്റോറേജ്, ഡാറ്റ, ശരി, അത് തന്നെ. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡിവിജ്വൽ വ്യക്തി, ഓരോ വ്യക്തിയുടെ ഡാറ്റാസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ മെഡിക്കൽ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളുടെ ചലനം. അപ്പോൾ നമുക്കറിയാം മെഡിക്കൽ വേണ്ടി വരുന്ന ഏതെല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ട് നമുക്കറിയാം. നിരവധി എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പല സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോയി കഴിയുമ്പോൾ അറിയാം അവിടെ ഇരിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളുടെ ചലനം, പ്രത്യേകിച്ച് മെഡിസിന്,
അതുപോലെ തന്നെ രോഗങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവ ചികിത്സിക്കാൻ ആവശ്യമായ മറ്റു ഉപകരണങ്ങൾ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക, വലിയ വലിയ വൂണ്ടൊക്കെ ആണെങ്കിൽ, മുറിവുകളൊക്കെ ആണെങ്കിൽ ധരിക്കും, പെട്ടെന്ന് അത് ചെയ്യാനുള്ള പഴയ കാലത്തുള്ള പോലെ സൂചി നൂലൊന്നും അല്ല, ആധുനിക രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളിലും എന്താണ്, എല്ലാ ഉപകരണങ്ങളും പോലും ട്രാക്ക് ചെയ്യാനും അതിന് വേണ്ട രീതിയിൽ ക്രമീകരിക്കപ്പെടാനും ഈ സാങ്കേതിക വിദ്യ ഇവിടെ ഉപയോഗിക്കുന്ന പറയുന്നത്. അപ്പൊ സിമ്പിളായിട്ട് പറയുമ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ എന്താണ് ഉൾക്കൊള്ളിക്കുമ്പോൾ നിരവധി സാധ്യതയാണ്, വളരെ സാധ്യതകൾ ആരോഗ്യ രംഗത്തേക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നു. അറിയാം, ഇപ്പൊ നിറയെ പഴയ പോലെ രീതി എല്ലാ ഹോസ്പിറ്റലൊക്കെ വളരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസ് ഒക്കെയാണ് ഉള്ളത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, പഴയ രീതിയിലുള്ള ഒരു ടെക്നോളജി അവർ ഉപയോഗിക്കുന്നില്ല. എപ്പോഴും പറയുന്നതായിരിക്കും, ഞങ്ങൾ ലോകത്തിലെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാര്യം, ടോട്ടലി അത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ടോട്ടലി ആ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന അല്ല ഓട്ടോമേറ്റഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട്. കാരണം ഇതാണ് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ട്രാക്കിംഗ് മാത്രമല്ല, അതിലേക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടി നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഹെൽത്ത് കെയറിലെ ഒരു വലിയ പങ്ക് അല്ലെങ്കിൽ വലിയ റോൾ ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കേട്ടിരുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട് ബ്ലോക്ക് ചെയിൻ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് പറയാൻ കാര്യം നമ്മുടെ ഓൺ പാസീവും ഹെൽത്ത് കെയറിലേക്ക് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മറിയാം, നേരത്തെ കണ്ടതാണ്, ചെറിയ ചെറിയ റോബോട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എന്തായിരിക്കും നമുക്കൊരു പാട്ടുണ്ട്. നമ്മളിപ്പോ മാനുഫാക്ചറിങ് സെക്ഷൻ ഉണ്ട്, അതുപോലെയുള്ള നിരവധി മേഖലയുണ്ട് അല്ലെ, ഞാൻ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു മേഖലയാണ് ഹെൽത്ത് കെയറിലും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ നമ്മുടെ കമ്പനി ഇവിടെ നോക്കിയേ അല്ലെ, മാനുഫാക്ചറിങ് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെ വിവിധ മേഖലകളുണ്ട്, ബിസിനസ് മേഖല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അതുപോലെ ഓട്ടോമേഷൻ സെക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫൻസ് വരുന്നുണ്ട്, നിരവധി മേഖലകളുണ്ട്. അപ്പൊ അതില് ഒരു ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയറും പിന്നെ അതുപോലെ അഗ്രികൾച്ചർ മേഖലയ്ക്ക് നമുക്ക് കൈയടത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയറും ഒക്കെ എന്താണ് നമുക്ക് ഓൺ പാസീവിന് സംഭാവന ചെയ്യേണ്ട പല കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഹെൽത്ത് കെയർ ടെക്നോളജിയിൽ പോലും ഹെൽത്ത് കെയറിൽ പോലും നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ നമുക്ക് വേണ്ടതായ സോഫ്റ്റ്വെയർസും മറ്റുള്ള ട്രാക്കിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ബ്ലോക്ക് ചെയിൻ അവിടെ സാധിക്കുന്നത്. കാരണം ബ്ലോക്ക് ചെയിൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വാസ്റ്റ് ഡാറ്റ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു വലിയ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും ആ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന നിരവധി പേഷ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങള് പറഞ്ഞു ആ മാനേജ്മെന്റിലെ ഇപ്പൊ ഒരാള് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു, ഫുൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഫുൾ അവിടെ നടത്തുന്ന എല്ലാ എക്സാമിനേഷന്റെയും ആ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് സേവ് ചെയ്യാൻ, ആ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ബ്ലോക്ക് ചെയിൻ അവിടെ സാധിക്കുന്നു, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സാധിക്കുന്നു. അപ്പൊ എന്തായിരിക്കും പഴയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, നേരത്തെ നമുക്ക് സാറിന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് ഇത്രാം തീയതി അപ്പോയിന്റ്മെന്റ്, അപ്പൊ അത് നേരത്തെ ഫിക്സ് എന്തായിരിക്കും, ആ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആ ഫയലൊക്കെ എടുത്ത് ആ ഓർഡർ അനുസരിച്ച് ടോക്കൺ നമ്പർ അനുസരിച്ച് ടേബിൾ വെക്കും. ഓരോ പേഷ്യന്റിലും ഇപ്പൊ ആ ഫയൽ വലിച്ച് നോക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ആ ഫയൽ സിസ്റ്റം ഒക്കെ അങ്ങ് മാറുകയാണ്, എല്ലാം ഡിജിറ്റലൈസ്ഡ്, എല്ലാം ഇരിക്കുന്ന ഡോക്ടറുടെ ഫ്രണ്ടിലെ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ എത്തുകയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിരവധി പേഷ്യൻസാണ് വരുന്നത് അല്ലെ, അവരുടെ കാര്യങ്ങൾ പോലും അവിടെ സ്റ്റോറേജ് ചെയ്യാൻ അല്ലെ ഡാറ്റ ആക്കി മാറ്റാൻ ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് സാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡിപ്പാർട്ട്മെന്റ് വൈസിൽ പോലും അല്ലെ. അപ്പൊ എക്യുപ്മെന്റ്സ് ആണ്, അത് ഡ്രഗ്സ് ആണെങ്കിൽ പല ഹോസ്പിറ്റലിലും ഡ്രഗ്സ് നമുക്കറിയാലോ, ലബോറട്ടറി അല്ലെങ്കിൽ ഡ്രഗ്സ് ഫാർമസിയിലൊക്കെ എന്തായിരിക്കും നിരവധി ഡ്രഗ്സ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡാറ്റ പോലും പ്രോംപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ ഒക്കെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഈ ടെക്നോളജി അവിടെ വളരെ സഹായമാകുന്ന പറയുന്നത്. എന്തെങ്കിലും കഴിഞ്ഞാൽ എന്തായിരിക്കും മറ്റേ ബുക്ക് എടുത്ത് നോക്കും, ഇനി എത്ര ബാലൻസ് ഉണ്ട്, ഇത് തീർന്നല്ലോ, ഷോർട്ടേജ് ആണല്ലോ, ഉടനെ ഡീലറോട് അല്ലെങ്കിൽ സപ്ലയറോട് വിളിച്ചു പറയും ഇത് കിട്ടണമെന്ന്. ഇതൊന്നും അല്ല, ഇതെല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ എന്താണ് ഈ സാങ്കേതിക വിദ്യ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വലിയ സംഭാവനയാണ് ഇന്ന് ഹെൽത്ത് കെയറിൽ ചെയ്യാൻ പോകുന്നത്. അല്ല പലതൊക്കെ ആയിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഒരു തുടക്കമാണ്. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ആരോഗ്യ മേഖലയിലേക്കും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് വലിയ സാധ്യതയാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി ആ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു ഏരിയ കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ OnePasswayയില് ഹെൽത്ത് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുന്ന പറയുന്ന അല്ലെങ്കിൽ ടെക്നോളജി പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനെ ബേസ് ചെയ്താണ്. അപ്പൊ സിമ്പിൾ ആയില്ലേ, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇവിടുത്തെ നമുക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ വൺ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഈസ് ദാറ്റ് ദിസ് ടെക്നോളജി കുഡ് ബി യൂട്ടിലൈസ്ഡ് ടു സ്റ്റോർ മെഡിക്കൽ ഇൻഫർമേഷൻ വിതിൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്നാ പറയുന്നത്. അതായത് അതില് ഒരു പ്രത്യേക ഒരു മേഖല, one potential applications is that the technology could be utilized to store medical information. ആ മെഡിസിൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അതിനൊരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, അതിന് ആ സ്റ്റോർ മാനേജ്മെന്റ് അല്ലെ, അപ്പൊ അതിന് ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ ലെഡ്ജർ പോലെ കീപ്പ് ചെയ്യാൻ എന്താണ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലോക്ക് ചെയിൻ. അതാ പറയുന്നത്. ഡോക്ടർ ക്യാൻ യൂസ് ദിസ് ടെക്നോളജി ടു എയ്ഡ് ഇൻ കീപ്പിംഗ് ട്രാക്ക് ഓഫ് പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി. അതാണ്. അപ്പൊ ഈ ടെക്നോളജി അവിടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഡോക്ടർ ക്യാൻ യൂസ് ദിസ് ടെക്നോളജീസ് ടു എയ്ഡ് ഇൻ കീപ്പിംഗ് ട്രാക്ക് ഓഫ് പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഒരു പേഷ്യന്റിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനും കാര്യങ്ങളും അതിലെന്തെല്ലാം വേരിയേഷൻസ് വരുന്നുണ്ട്, കാര്യങ്ങള് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ, ആ മെഡിക്കൽ ഹിസ്റ്ററി പോലും എന്താണ് ഈ ബ്ലോക്ക് ചെയിനിലെ ഡാറ്റയിലേക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ട്രാക്ക് ഓഫ് പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി. ദാറ്റ് മീൻസ് സച്ച് ആസ് അലർജീസ്. ഒരുപക്ഷെ ഈവൻ ആ പേഷ്യന്റിന്റെ അലർജി ഉണ്ടെങ്കിൽ പോലും ആ പോയിന്റ്സ് ഇവിടെ നോക്കുന്നുണ്ട്. വിതൗട്ട് ബീങ് സ്റ്റോർഡ് ഇൻ ദ സെൻട്രൽ ഡാറ്റാബേസ് ദാറ്റ് ഹാക്കേഴ്സ് ഓർ ഗവൺമെന്റ് കുഡ് ഹാക്ക് ഡ്യൂറിങ് വാർസ് ലൈക്ക് വേൾഡ് വാർ 2. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തില് എന്തായിരുന്നു, പല ഹാക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ടൈമിൽ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന പല ഡാറ്റകൾ അല്ലെ പല റെക്കോർഡ്സ് ഒക്കെ അത് ഹാക്കേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഞാൻ കൂടി പറയാം. ബ്ലോക്ക് ചെയിൻ എന്ന് അറിയപ്പെടുന്ന ഈ വിതരണം ചെയ്ത ലെഡ്ജറിൽ മെഡിക്കൽ വിവരങ്ങൾ സംഭരിക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. ഒരുപക്ഷെ പേഷ്യൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെഡിസിന്റെ വിവരങ്ങൾ, സപ്പോസ് ഇന്ന വ്യക്തിക്ക് ഇന്ന ആളിന് ഏതൊക്കെ മെഡിസിൻ കുറെ നാളുകളായിട്ട് കൊടുത്തിരിക്കുന്നു, യൂസ് ചെയ്യുന്നു, അപ്പൊ അദ്ദേഹത്തിന് ഫാർമസിയിൽ നിന്ന് കൊടുക്കുന്ന മെഡിസിന്റെ ഡീറ്റെയിൽസ്, അതൊരു ഡാറ്റ ആണല്ലോ, ഇതെല്ലാം ഡാറ്റ ആണല്ലോ. ആ വിവരങ്ങള്, അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് അറിയപ്പെടുന്ന, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സപ്ലൈ ചെയിനിൽ ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഒരു വിതരണം ചെയ്ത അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ലെഡ്ജറിൽ മെഡിക്കൽ വിവരങ്ങൾ സംഭരിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതായത് മെഡിക്കൽ റെക്കോർഡ്സ്. ഇവിടെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന പോലെയാണ്. കാരണം ഡാറ്റാസ് അവിടെ കീപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു സാധ്യതയുള്ള ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധം പോലെയുള്ള യുദ്ധങ്ങളിൽ ഹാക്കർമാർക്കോ സർക്കാർക്കോ ഹാക്ക് ചെയ്യാനാവുന്ന സെൻട്രൽ ഡാറ്റാബേസ് സൂക്ഷിക്കാതെ രോഗികളുടെ മെഡിസിൻ ചരിത്രം, അലർജി പോലെയുള്ളവ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഡോക്ടർമാർക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പം മറ്റുള്ള രീതിയിൽ നമ്മുടെ ഫയലുകളോ കാര്യങ്ങളോ നഷ്ടപ്പെട്ടാൽ പോലും അത് ഏത് സമയത്ത് വേണമെങ്കിലും ഡോക്ടർമാർക്ക് ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും വളരെ ഉചിതമായിട്ട് ഇവിടെ സാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സിമ്പിളായിട്ട് മനസ്സിലായി എന്താണ് ടോട്ടൽ ഇവിടെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ് ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് ഹെൽത്ത് കെയറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിപ്പോ നമ്മൾ മനസ്സിലായി ഏതൊക്കെ രീതിയിലാണെന്ന് മനസ്സിലായി. മെഡിസിൻ ഉണ്ട്, എക്യുപ്മെന്റ്സിനുണ്ട്, പിന്നെ പഠിക്കുന്നത് അവരുടെ ഡാറ്റ മാനേജ്മെന്റിനുണ്ട്, ആ പേഷ്യന്റിനെ കുറിച്ചുള്ള മൊത്തം വിവരങ്ങള്. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായിരിക്കും 6 മാസം ഇരിക്കുമ്പോൾ ഒരു മെഡിക്കൽ റിവ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫയലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. എല്ലാ സിസ്റ്റം കാര്യങ്ങളൊക്കെ എന്താണ്, അത് കമ്പ്യൂട്ടറിൽ ഓരോ വിസിറ്റ് കഴിയുമ്പോഴും അല്ലെ ഓരോ റിവ്യൂ കഴിയുമ്പോഴും ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻട്രി ചെയ്യാണ്. അപ്പൊ അത് എപ്പോ വേണമെങ്കിലും എന്തായിരിക്കും അത് അവർക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്, കിട്ടുന്നതാണ്. അപ്പൊ അതുപോലെ പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വളരെയധികം പ്രാതിനിധ്യമുണ്ടെന്ന് പറയുന്നു. കൂടാതെ similarly, technology could be employed in hospital, allowing patients to access their data through an app instead of requesting their doctor's consent, whatever they want to find out what they about before going home.
blockchain technology would help to stop data leak, which are now an issue in hospital. ഇവിടെ മറ്റൊരു വസ്തുത പറയുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലെ സമാനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് വീട്ടിൽ, കാരണം ഈ പേഷ്യൻസ് ഒക്കെ വീട്ടിൽ പോകുന്നതിന് മുൻപ് അല്ലെ അവരെന്താണോ ചെയ്യുന്നത് കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവരുടെ ഡോക്ടർമാർ സമ്മതം അവർ പക്ഷെ റിക്വസ്റ്റ് ചോദിക്കും. പോകുന്നതിന് പകരമായിട്ട് ഒരു ആപ്പിലൂടെ അവരുടെ ഡാറ്റ അസസ് ചെയ്യാൻ രോഗികളെ അനുവദിക്കുന്നു. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഡാറ്റ ചോർച്ച തടയാൻ സഹായിക്കുന്നു. അത് ഇപ്പോൾ ആശുപത്രികളിലെ ഒരു പ്രശ്നമായി വന്നിരിക്കുക, ഇതൊക്കെ ഡാറ്റ ലീക്ക് ആകുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കുഡ് ഹെൽപ്പ് സ്റ്റോപ്പ് ഡാറ്റ ലീക്ക് വിച്ച് ആർ നൗ ഇൻ ഇഷ്യൂ ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചെന്ന് കൺസൾട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സമയത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് ആ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ആപ്പ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട്, മീൻസ് അതിലേക്ക് ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പക്ഷേ ആ കൊടുക്കുന്ന ആപ്പിൽ നിന്ന് മറ്റു ഡാറ്റകൾ അതിൽ ഉണ്ട്, അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ബാക്കപ്പ് പോലെ ഇവിടെ ഈ ഡാറ്റ ബ്ലോക്ക് ചെയിനോടെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാ ഉദ്ദേശിക്കുന്നത്. Similar technology could be employed in hospital, allowing patients to access their data through an app instead of requesting their doctor's consent whenever they want to find out what they are about before going home. അപ്പം ഒരു ഹോസ്പിറ്റലിൽ കിടന്ന വ്യക്തിയെ അതിന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിന്റെ തുടർന്നെടുക്കേണ്ട മെഡിസിനോ മറ്റുള്ള വിവരങ്ങളൊക്കെ അടങ്ങി ഒരു ആപ്പ് പോലും കാര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ആപ്പിലെ ഒരു കാര്യങ്ങളും നഷ്ടപ്പെടാതെ ഇവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ ആപ്പ് വഴി അദ്ദേഹം വീട്ടിൽ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ ആപ്പ് വഴി ഡാറ്റ പോലും ഡോക്ടർക്ക് പോലും അത് അസസ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അവരുടെ ഒരുപക്ഷെ എപ്പോഴും എത്ര കാലം അവർ അല്ലെ ഹോസ്പിറ്റലായ ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് അവർ ചെന്നാലും ആ ആപ്പിലൂടെ ആ പേഷ്യന്റിനെ പോലും ഡോക്ടർക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതില് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്ന ഡാറ്റ ഒരുപക്ഷെ ഈ ആപ്പിലൂടെ അവർക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള, കാരണം ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ ആ ഡാറ്റ ഒന്നും അവിടെ ലീക്ക് ആകുന്നില്ല. അതായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടലി ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ടെക്നോളജി വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹെൽത്ത് കെയറില് ഇന്നത്തെ ആരോഗ്യ മേഖലയിലെ ഡാറ്റ ചെയിൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ സഹായമായി തീരുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര നിസ്സാരക്കാരനല്ല ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അതായത് സപ്ലൈ ചെയിൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സെക്കൻഡ് നമ്മൾ എന്തായിരുന്നു, അതായത് ഐഡന്റിഫിക്കേഷൻ ഓതറൈസേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പറഞ്ഞത് നമ്മുടെയൊക്കെ അസറ്റ് അല്ലെ, മാനേജ് അസറ്റ്, അതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഹെൽത്ത് മേഖലയിലെ, ആരോഗ്യ മേഖലയിലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാലം അങ്ങോട്ട് ഇതൊക്കെ ഈ ടെക്നോളജിയൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ടെക്നോളജിയിലൂടെ ആയിരിക്കും മുന്നോട്ട് നമ്മൾ നീങ്ങുന്നത്. കാരണം നമ്മൾ ആധുനിക ലോകത്താണ് ആ ടെക്നോളജിയുടെ ഈ പറയുന്ന ടെക്നോളജിയുടെ പുരോഗതി അനുസരിച്ചിട്ട് നാം അതിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 4G ഉപയോഗിച്ചു. ആ 4G ഇപ്പൊ 5G, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി 5Gയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ മേഖലയിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, ഹെൽത്ത് കെയറില് ഇതുപോലെയുള്ള ടെക്നോളജി ഒക്കെ വരുമ്പോൾ അതെല്ലാവരും അപ്ലൈ ചെയ്യും അല്ലെ, അതിലേക്കായി മാറും. അത് കൂടുതൽ കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നൊരു വ്യക്തി ഡിസ്ചാർജ് ആയി പോകുമ്പോൾ പോലും അവർ ആ ഹോസ്പിറ്റലിലെ ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പർട്ടിക്കുലറായിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സ് അഡ്വൈസ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ബാക്കപ്പ്, അതായത് ഒരു മോണിറ്റർ ചെയ്യാൻ പോലും സാധിക്കുന്നു. പക്ഷെ ആ ഡാറ്റ പോലും നഷ്ടപ്പെടാതെ ആ ഡാറ്റയെ പരിരക്ഷിക്കാൻ ഏത് ഹോസ്പിറ്റലാണോ ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ ഏത് ഹോസ്പിറ്റലാണോ ഡിസ്ചാർജ് ആയത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഈ ഡാറ്റയൊക്കെ നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി അവിടുത്തെ എക്യുപ്മെന്റ്സ്, അവിടുത്തെ മെഡിസിന്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങള്, മൂവ്മെന്റ്സിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന
ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യ ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ, ട്രാക്കിംഗ് മാത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊക്കെ പറഞ്ഞ സമയത്ത് കൃത്യമായി ചെയ്യുന്നുണ്ടോ, മോണിറ്റർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് ട്രാക്കിംഗ് മീൻസ് മോണിറ്ററിംഗ് ഉണ്ട്. ഇതെല്ലാം കൂടി ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഇതിനൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ സിഇഒ അല്ലെ, നമ്മുടെ ബഹുമാനീയ സിഇഒ ആയുഷ്മാൻ ഭാരത് സാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ഹെൽത്ത് കെയർ പോലും നമ്മുടെ ഇതിലേക്ക് ആ ഒരു ബ്രാഞ്ച് കൂടി നമ്മളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടിരുന്നു ഹെൽത്ത് കെയർ ഉണ്ട് നമുക്ക് അല്ലെ, അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടർ ഉണ്ട്, ബിസിനസ് ഉണ്ട്, മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട്, അങ്ങനെ പിന്നെ അതുപോലെ റിട്ടെയിൽ അങ്ങനെയുള്ളതുണ്ട്, സപ്ലൈ ചെയിൻ മീൻസ് എന്താണ്, അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, അപ്പൊ അങ്ങനെയുള്ള പല മേഖലയിലേക്കും നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനൊക്കെ കൂടിയിട്ട് എന്തായിരിക്കും, ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ അത് വളരെ എന്തായിരിക്കും ഇമ്പോർട്ടൻസ് ആണ്, ആൾക്കാർ അത് വാങ്ങും. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അല്ലെ, നമ്മളെ ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, വരും കാലങ്ങളിലെ ഇന്നത്തെ ലോകത്തിൽ എന്തെല്ലാം ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഒരു എന്താണ് ലക്ഷ്യബോധത്തോടു കൂടിയാണ് നാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലേക്ക് ആവശ്യമായ നമ്മളെല്ലാം സപ്പോർട്ടാണ് ചെയ്യുന്നത് അല്ലെ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ എന്താണ് ഇന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ കാണുന്നത്. ആ സോഫ്റ്റ്വെയർസ് വിവിധ മേഖലയിലേക്ക് യൂസബിൾ ആയ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നിലവിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. കമ്പനിയുടെ ടാർഗറ്റഡ് പ്ലാനിങ് ആണ് ഇതെല്ലാം നോക്കുമ്പോൾ എന്തായിരിക്കും, കമ്പനി എത്രയോ ഉയരങ്ങളിലായിരിക്കും അല്ലെ. ഇതുവരെ നമ്മൾ കേൾക്കാൻ കഴിയാത്ത ഒരു എന്താണ്, പല കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും, ഒക്കെ അതിലൊക്കെ അപ്പുറമായിരിക്കും. അതാണ് എപ്പോഴും പറയാറുണ്ടല്ലോ, വി ആർ അറ്റ് ടോപ്പ് എന്ന് എപ്പോഴും പറയും. ശരിയാണ്, റിയലി വി ആർ അറ്റ് ടോപ്പ് അല്ലേ, നമ്മൾ ടോപ്പിൽ തന്നെയാണ്. ആ ലെവലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ, ഇന്നത്തെ ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതിന്റെ ഇമ്പാക്ട് അല്ലെ ഏതെല്ലാം മേഖലയിലേക്ക് റിയലി ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളത്, യാഥാർത്ഥ്യമായിട്ട് അത് ഉപയോഗപ്പെടുന്നു അല്ലെ ഉപയോഗത്തിൽ ഇരിക്കുന്നു എന്ന വസ്തുത നമ്മൾ ഇങ്ങനെയുള്ള ചില ഈ ടെക്നിക്കൽ ഇതുപോലെയുള്ള ക്ലാസ്സിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കേട്ട് കാണും, ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ കേട്ട് കാണും. പക്ഷെ പണ്ട് നമ്മൾ ഡൊമൈൻ എടുത്ത പോലെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോഴല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴറിയില്ല എന്താന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗോഡ്സൺ കണ്ടിരിക്കുന്ന അല്ലെ, നേരത്തെ ആ സെക്ഷൻ എടുത്ത സമയത്തിരുന്ന എല്ലാവർക്കും ഡൊമൈനെ കുറിച്ച് അറിയാം അല്ലെ. പല രീതിയിൽ ഡൊമൈൻ പറയാറുണ്ട്, പക്ഷെ എന്താണ് റിയൽ എന്നുള്ളത് ഇവിടെ മീറ്റിംഗിൽ ഇരുന്നിട്ടുള്ള കേട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് നിസ്സാരമായിട്ട് നിസ്സാരമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന പോലെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ അതിന്റെ ഒരു ഇമ്പാക്ട്. ഇനി അതിന്റെ ഒരു പോയിന്റ്സ് കൊണ്ട് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് അത് IoT സെക്യൂരിറ്റി ആണ്. IoT മീൻസ് എന്തായിരിക്കും, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. അത് ഞാൻ അടുത്ത ദിവസം എടുക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ പറഞ്ഞ 5 പോയിന്റ്സ് തീരുകയാണ്. ഇന്ന് തീർക്കേണ്ടതായിരുന്നു, പക്ഷെ ഇന്ന് ഇച്ചിരി ഡിലേ ആയി, ലേറ്റായി ഒക്കെ തുടങ്ങിയത്. അപ്പൊ പിന്നെ കൂടുതൽ പറഞ്ഞിരുന്നാൽ ശരിയാകില്ല. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരോഗ്യ മേഖലയിലേക്ക് ഇതായിരിക്കും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. അല്ലെ ഏതൊക്കെ രീതിയിൽ അത് ആപ്ലിക്കബിൾ ആകുന്നു, മീൻസ് അത് അവിടെ ഉപകാരപ്പെടുന്നു അല്ലെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന വസ്തുതയാണ് ഇതിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാം പറഞ്ഞില്ലേ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാക്കിംഗ് മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് ഫോർ മെഡിക്കൽ യൂസ് അല്ലെ. അതായത് ആരോഗ്യ മേഖലയിലേക്കുള്ള ഉപകരണങ്ങളെ വേണ്ടിയിട്ടുള്ള അവ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മെഡിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെയുള്ള മറ്റ് ട്രീറ്റ്മെന്റിന് വിധേയമാകുന്ന ഡിവൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ് പറഞ്ഞ വലിയ ഇഞ്ചുറിയോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിലേക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെ അതിനെ ട്രാക്ക് ചെയ്യുന്ന അതേ രീതിയിലുള്ള എന്താ പറയുക എക്യുപ്മെന്റ്സ്, ഇവയൊക്കെ എന്തായിരിക്കും ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ വലിയ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള ട്രാക്കിംഗ് കൂടാതെ എന്താണ് ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം വരുന്നുണ്ടെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യാന് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മെഡിസിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിരവധി ഈ മേഖല, അതായത് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ചെയിൻപ്പെട്ട നിരവധി മേഖലകളുണ്ട്. അത് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക്സ് ടു ഓൾ. ഓവർ ടു സജീവ് സാർ. Thank you, Vijayan sir. Thank you very much. Thank you, sir.